ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കണമെന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാണിച്ചത്. നാട്ടിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം, അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെയുള്ളത് കുറച്ച് ബോൾസാണുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരുന്നത് 2 പാക്കറ്റായിട്ടാണ്. ഇത് നമ്പർ 2 ബോൾസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു ഓർഡറിൽ നമുക്ക് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷനായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോൾസ് നമ്പർ പറഞ്ഞു വരാം. ആദ്യം തന്നെ ഇതാണ് നമ്പർ 1 ബോൾസ്. ഇതിങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് വരിക. ഇതിലെനിക്ക് തോന്നുന്നു ഒരു 10 ഷീറ്റുകളുണ്ട് തോന്നുന്നു. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ഞാനിവിടെ നാട്ടിൽ ഹെഡിച്ചിട്ട് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇതിന് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് വരാറ്. ഇപ്രാവശ്യം പക്ഷേ ഞാൻ ഓർഡറൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ്. ഇതാ 1 2 3 4 5 6 7 8 9 10 11 12 13 ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോളുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്പർ 1 ബോൾസ് കേട്ടോ. ഏറ്റവും ചെറിയ ബോൾ ഇതാണ്. ഓക്കെ, ഇനി അതിൻ്റെ നെക്സ്റ്റ് സൈസാണ് ഇത് നമ്പർ 2 ബോൾസ് ആണ്. ഇത് ഒരു പാക്കറ്റിൽ ഇതേപോലെ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. അതിൽ 12 ഷീറ്റ് ഉണ്ടാകുമ്പോൾ ഇതിൽ 2 ഷീറ്റ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്പർ 2, അതായത് സെക്കൻഡ് വരുന്ന സൈസ്. ഓക്കെ, ഇനി വന്നിട്ട് വരുന്നത് ഇത് ഒരു ഷീറ്റാണ് കേട്ടോ. ഇതൊരു നമ്പർ 3 ബോൾസ് ആണ്. ഇത് 2, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൈസാണ് ഇത്. ഇതേപോലെ ആണ് ഷീറ്റായിട്ടാണ് വരിക, അതായത് ഇതേപോലത്തെ ഷീറ്റുകളായിട്ടാണ് വരിക. അത് നമ്മൾ ഈ ഷീറ്റുകൾ ആദ്യമേ നമ്മൾ കാണിച്ചു തരാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മളങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. കട്ട് ചെയ്ത് ഇതേപോലെ ബോൾസ് മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ നോർമൽ സിസേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഷീറ്റിൽ നിന്ന് ഓരോ ബോൾസ് മാത്രമായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. കണ്ടോ, അതായത് കാണിച്ചു തരാം ഞാൻ. ജസ്റ്റ് ഒന്ന് സിസേഴ്സ് എടുക്കുക. ഇതിൽ ഒരു ഷീറ്റ് നിന്ന് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എഡ്ജ് ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഫ്രെയിമിൻ്റെ ഇതുണ്ടെങ്കിൽ അതൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്യുന്നില്ല, ആവശ്യത്തിന് കട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. ഇതേപോലെ നമ്മൾ എല്ലാ ബോൾസും കട്ട് ചെയ്യണം കേട്ടോ. ഈ ചെറിയ ബോൾസും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഷീറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ 2 സൈസ് ബോൾസ് നമ്മൾ പഠിച്ചല്ലോ, 1ഉം 2 പഠിക്കുകയല്ല, കാണിച്ചല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു നമ്പർ 1 സൈസ് ബോൾസും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മിക്സായി പോകാതിരിക്കാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കണം. കണ്ടോ, ഇത് നമ്പർ 1 ബോൾ, മറ്റേത് നമ്മുടെ നമ്പർ 2 ബോൾസ്. അപ്പോൾ ഇങ്ങനെ 2 ബോൾസുകൾ എല്ലാതും കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വന്നിട്ടുള്ളത് നമ്പർ 3 ബോൾസ് ആണ് കേട്ടോ. ഈ ബോൾ വന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ കിട്ടുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ആ ഒരു ഷീറ്റില്ലേ, ഈ ഒരു ഷീറ്റില്ലേ, ഇതേപോലെ ഷീറ്റിൽ തന്നെയാണ് ഈ ഇതും വരിക. അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 3 ആയിട്ട് വരുന്നത് കേട്ടോ. താഴെ നിന്നാണ് നമ്മൾ ചെറുതിന്ന് വലുതിലോട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്പർ 3 ബോൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രെയിം എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം. ഇതേപോലെയാണ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഒന്നേ ഉണ്ടാവുള്ളൂ തോന്നുന്നു ഒരു കവർ കേട്ടോ. 5 ബോൾസിൻ്റെ ഒരു കവർ ആണ് തോന്നുന്നു. അത്ര ഓർമ്മയില്ല എനിക്ക്. ഇനി 2 ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ സൈഡുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു സൈസ് വന്നിട്ട് നമ്പർ 5 ബോൾസ് ആണ്. ഇതേ കണ്ടോ, സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഞാൻ സൈസ് കാണിച്ചു തരാം. 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ്, ഇത് വന്നിട്ട് 4. ഇത് നമുക്ക് ഓരോ പീസായിട്ടാണ് കേട്ടോ കിട്ടുക. നിങ്ങൾക്ക് ഇപ്പോൾ സൈസിൻ്റെ ഇത് മനസ്സിലായിട്ടില്ലേ? ഈ നമ്പർ 4 ബോൾ ഓരോന്നായിട്ടാണ് കിട്ടുക കേട്ടോ. ഒരു പാക്കറ്റിൽ ഒരെണ്ണം മാത്രമാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതാണ് മുഖം എന്ന് പറയുന്ന സംഭവം. നമ്മുടെ നെറ്റിപ്പട്ടത്തിൽ വയ്ക്കുന്ന മുഖം. ഇതും നമ്മൾ ഒറ്റ പീസായിട്ടാണ് ഈ ഒരു മുഖവും ഇരിക്കുക. പിന്നെ വന്നിട്ട് ബെല്ലാണ്. ബെല്ലും ഇതുപോലെ ഒന്നായിട്ടാണ് കേട്ടോ എടുക്കാം. ഇതിൻ്റെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ വന്നിട്ട് ചന്ദ്രക്കലയാണ്. അത് ഇതുപോലെ ഷീറ്റായിട്ടാണ് വരിക കേട്ടോ. ചന്ദ്രക്കല ഒരു ഷീറ്റിൽ എല്ലാ സൈസിലുള്ള ചന്ദ്രക്കലകളും ഉണ്ടായിരിക്കും. അതായത് ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. വലുത് തൊട്ട് ചെറുത് വരെയുള്ള ഇത് ഒറ്റ ഷീറ്റിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് ഷീറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പല സൈസിലുള്ളത്. എനിക്ക് തോന്നുന്നു 7
7 ചന്ദ്രക്കല ഉണ്ടാവും തോന്നുന്നു ഒരു ഷീറ്റിൽ കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഒരു ഒറ്റ ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ എല്ലാതും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഫസ്റ്റത്തെ പണി എന്താണെന്ന് വെച്ചാൽ ബോൾസും അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ദ്രക്കലകളും ഒക്കെ കട്ട് ചെയ്ത് ഈ ഒരു ബോൾ മാത്രമാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഫ്രെയിമായിട്ട് വരുന്നതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ബോൾസ് മാത്രമാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് ബോൾസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട സാധനം വൂളാണ്. അപ്പോൾ നമുക്ക് പല കളർ വൂളുകൾ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു ഫെജിയുടെ ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ഓൺലൈനായിട്ടൊക്കെ അയച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ വന്നതോടുകൂടി ഓൺലൈനൊക്കെ ഉണ്ട്. കൊറിയർ ചാർജ് കൊടുത്താൽ മതി നിങ്ങൾ, അതല്ലെങ്കിൽ അവിടെ പോയി കളക്ട് ചെയ്യാം, കണ്ട് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇത്രയൊക്കെ ഐറ്റംസാണ് നമുക്ക് നെറ്റിപ്പട്ടത്തിന് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ വന്നിട്ട് ഇതുണ്ട്, ഇത് ചൂരൽപ്പൊളി എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് നമുക്ക് ഒന്നുകിൽ നമ്മൾ ഈ ഒരു സെക്കൻഡ് നമ്പർ 2 ബോൾസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും, നമ്മുടെ ഈ മുഖം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചൂരൽപ്പൊളി എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ 2 ബോൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ചൂരൽപ്പൊളി പറഞ്ഞ സംഭവം മേടിക്കാം കേട്ടോ. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കാർഡ്ബോർഡ് എടുത്തു, കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുക എപ്പോഴും സെയിൽ ചെയ്യുമ്പോഴും ഹാർഡ് ബോർഡാണ് യൂസ് ചെയ്യുക. കുറേ നാൾ ലാസ്റ്റ് ചെയ്യും, വളയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഹാർഡ് ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ക്യാൻവാസ്, ഷട്ടിൽ വെക്കുന്ന ക്യാൻവാസ് ഉണ്ട്, കുറച്ച് കട്ടിയായിരിക്കും അത്. ആ ടൈപ്പ് ഓഫ് ക്യാൻവാസ് ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ അത് പക്ഷേ ഫോൾഡ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കും എന്ന് മാത്രം, സ്റ്റിഫ്നെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് അവൈലബിലിറ്റി എന്ന് വെച്ചാൽ അത് മേടിക്കാം കേട്ടോ. ഹാർഡ് ബോർഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ക്യാൻവാസ് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ചിങ് ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അത് ഹാർഡ് ബോർഡ് മേടിച്ചു. എന്നിട്ട് നമ്മൾ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് നമ്മൾ ആദ്യമേ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുന്ന വീഡിയോ, എങ്ങനെ വരയ്ക്കാം, എങ്ങനെ സൈസ് മെഷർ ചെയ്യാമെന്നുള്ള വീഡിയോസായിട്ട് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പൊക്കെ വരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഹാർഡ് ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് സ്റ്റെപ്പാണല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ബോൾസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനാണ് ഒരുപാട് സമയം പോകും അത് കട്ട് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മുടെ കാർഡ് ബോർഡ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ്, അതും അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസ് ആണെങ്കിൽ അത് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു മുകളിൽ ഇത് വരുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഒരു കൊറിയൻ വെൽവെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ഇത് നമുക്ക് ആ ഷോപ്പിൽ തന്നെ കിട്ടും, നെറ്റിപ്പട്ടം മേടിക്കുന്ന ഷോപ്പിൽ തന്നെ കിട്ടും. ഈ ഒരു റെഡ് കളറിലുള്ള വെൽവെറ്റ്, ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു ക്ലോത്ത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് ഗോൾഡൻ കളറും സിൽവർ കളറും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നാൾ വീഡിയോയിൽ അവർ കാണിച്ചു തന്നു സിൽവർ കളറ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ റെഡ് അല്ലേ എപ്പോഴും നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു കളർ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡാണ് കേട്ടോ ചൂസ് ചെയ്യുക എപ്പോഴും. പിന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ കളേഴ്സ് ചെയ്യുന്നു മാത്രം. ഓക്കെ, അതിനുശേഷം പിന്നെ വേണ്ട ഒരു സംഭവമാണ് ഗ്ലൂ. ബുൾബോൺ ഗ്ലൂ ആണ് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ആദ്യം കൊണ്ടുപോയ ഗ്ലൂവിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്രാഫ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ട് ഇപ്പോൾ ഒരു കളറ് റെഡ് കളറാക്കി കേട്ടോ. ഈ കവറിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഗ്ലൂ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഗ്ലൂ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കൊറിയൻ വെൽവെറ്റ് ഇതിന് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. നമ്മുടെ ആ ഒരു ഹാർഡ് ബോർഡും ഒട്ടിച്ചു കൊടുത്തു. നമ്മുടെ ഫ്രെയിമിൽ അത്രയും അങ്ങോട്ട് കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ. ഞാൻ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കാണിച്ചത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കവർ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് വിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 1 ഇഞ്ച് നമ്മളൊന്ന് ജസ്റ്റ് ഗ്യാപ്പ് വിടണം. വിട്ടതിന് ശേഷം നമ്മൾ ആ വരച്ച നെറ്റിപ്പട്ടം ഏത് ഷേപ്പിലാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൊറിയൻ വെൽവെറ്റ് നമ്മൾ ബാക്ക് സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വരച്ച ലൈൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ ബുൾബോൺ ഗ്ലൂ വെച്ചതിന് ശേഷം ഇതേപോലെ നമ്പർ 2 ബീഡ്സ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തന്നില്ലേ വീഡിയോയിൽ, അത് നമ്മൾ 2 ലെയറായിട്ട് വെച്ചു. ആദ്യം ഒരു ലെയർ നമ്മൾ വെക്കും. കണ്ടോ, ഫോട്ടോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിത് 2 ലെയർ വെച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം അത് നമ്മൾ ഉള്ളിൽ നമ്പർ 1 ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാതാ മതി കേട്ടോ. അങ്ങനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ റെഡ് കളറ് ക്ലോത്തിൽ നമ്മുടെ ആ ഒരു വലിയ ബോൾ ഉണ്ടല്ലോ ലാസ്റ്റ് അത് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ഇതേപോലെ ചൂരൽപ്പൊളി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ നമ്പർ 2 ബോൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 2 ലെയർ നമ്പർ 2 ബോൾസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള നമ്മുടെ ഒരു റെഡ് വെൽവെറ്റ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ, 2 സൈസ് കണ്ടോ, ചുരൽപ്പൊളി വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരെണ്ണം നമ്പർ 2 ബോൾസ് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഒരു റെഡ് കളേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതാ നമ്മൾ എല്ലാത്തിനും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ടോപ്പ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോർണറിലും അതേപോലെ തന്നെ താഴെയും വെച്ചിരിക്കുന്നത് നമ്പർ 5 ബോൾസ് ആണ്. പിന്നെ മുഖം വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് വെച്ചത് 4 വീതം വെച്ചത് നമ്പർ 4 ബോൾസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ടോപ്പിൽ നമ്മൾ നമ്പർ 4 ബോൾസ് വെച്ചിട്ട് അതൊരു ഡെക്കറേറ്റീവ് പർപ്പസ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ നമ്മളിതാ ഇതേപോലെയാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലോത്തിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊറിയൻ വെൽവെറ്റിൻ്റെ ആ ഒരു പീസിൽ ഒട്ടിച്ചിട്ട് തിരിച്ചൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളിൽ താഴെ നമ്മൾ മുഖത്തിൻ്റെ താഴെ ചന്ദ്രക്കല വെച്ച് കൊടുത്തു. അതൊരു 5 ചന്ദ്രക്കലയാണ്, നമ്മൾ 5 ഫീറ്റ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ചന്ദ്രക്കലയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. വലുതിൽ നിന്ന് തുടങ്ങി ചെറുതിലോട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയിലും നമ്പർ 2 ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഓരോ ചന്ദ്രക്കലയുടെയും ഗ്യാപ്പ് വന്നിട്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ നമ്പർ 1 ബോൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ ആ എൻഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് ആ ഒരു കൊറിയൻ വെൽവെറ്റ് റോൾ ചെയ്ത് അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്പർ 2 ബോൾസും നമ്പർ 1 ബോൾസും വെച്ചിട്ട് ആ ഒരു റെഡ് കളറിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ വൂൾ എങ്ങനെയാണ് കെട്ടുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വൂൾ എടുക്കുക. നമ്മുടെ അതായത് നെറ്റിപ്പട്ടത്തിൻ്റെ ചുറ്റും ആ വൂൾ വെക്കുന്ന സ്ഥലം കണ്ടില്ലേ, ആ ഒരു സ്ഥലം എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ ഒരു 2 സ്ട്രിങ്ങിൽ നമ്മൾ ആ ഒരു വൂള് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും വേറൊരു വൂൾ എടുത്തതിന് ശേഷം നമ്മളുടെ ഇങ്ങനെ ഫിംഗർമലാണ് ഞാൻ കാണിച്ചു തരുന്നത്, ഇതേപോലെ ചുറ്റി കൊടുക്കുക. ഒരു 10-15 ടൈംസ് ചുറ്റി കൊടുത്തോളൂ. ഇതേപോലെ ചുറ്റിയെടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുള്ളിങ്ങനെ റോളായിട്ട് ചുറ്റുക കേട്ടോ. അത് ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ വൂൾ എടുക്കുക. ആദ്യം തന്നെ ഇനി ചുറ്റി കൊടുക്കുകയാണ് വൂള് ചുറ്റി കൊടുത്തതിന് ശേഷം ഒരു 15 ടൈംസ് ചുറ്റി. എന്നിട്ട് ഇതിനെ ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു സൈസ് മെഷർ ചെയ്തില്ലേ, ചുറ്റുമുള്ള സൈസ് മെഷർ ചെയ്ത് വെച്ച ആ ഒരു വൂളുണ്ടല്ലോ, ആ വൂളെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ കയ്യിൽ ചുറ്റിയതിൻ്റെ സെൻറ്ററിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഒരു ഹോള് പോലെ ആക്കിയിട്ട് 2 ഫിംഗേഴ്സിൻ്റെ ഉള്ളിലൂടെ ഫിംഗർ ഇങ്ങനെ കയറ്റി ഒരു ഹോൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് താഴത്തെ ഭാഗം വന്നിട്ട് നമ്മളിതാ ഇങ്ങനെ പിടിച്ച് അതിനെ രണ്ടിനും ഇങ്ങനെ കൂട്ടി പിടിച്ചതിന് ശേഷം ആ മുകളിലുള്ള ആ ഒരു ഹോളിലൂടെ ഇങ്ങനെ എടുത്ത് പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് അത് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കെട്ടായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചുറ്റിനും നമുക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ കൊടുത്ത് ഇതേപോലെ ഇങ്ങനെ കെട്ടിയെടുക്കുക. ഫുൾ ത്രെഡ് നമ്മൾ കെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫെവി ബോണ്ട് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കളറ് അങ്ങനെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നെറ്റിപ്പട്ടത്തിൻ്റെ ഡൗട്ടുകളൊക്കെ ചോദിച്ചവർക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഞാൻ പിക്ചേഴ്സൊക്കെ ആയിട്ട് ഇട്ടത്. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിക്കൊണ്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ചോദിച്ചവർക്കൊക്കെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ന് പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരും വരെയും ബൈ. താങ്ക് യു ഓൾ.